ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ബേസിക് ക്രോഷയ്ക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്കിതുപോലൊരു വൂളൻ ത്രെഡാണ് ആവശ്യം. പിന്നെ ഇതുപോലെ ഹുക്ക്, പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു മെറ്റീരിയലാണ് സിസർ. പിന്നെ നമുക്കിതുപോലൊരു സ്വിങ് നീഡിൽ ആവശ്യമായിട്ട് വരും. ഇത്തരം മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രോഷേ പഠിക്കാനായിട്ട് പറ്റും. നമുക്ക് ഓൺലൈനിലൊക്കെ ഇതുപോലുള്ള ഹുക്ക് സെറ്റ്സൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളൊരു ഹുക്ക് സെറ്റാണിത്. ഇത് ഫ്ലിപ്കാർട്ടിനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് ക്യൂട്ടായിട്ടുള്ള പല ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹെയർ ബോ ആണ് ഈ കാണുന്നത്. ഒരു ചെറിയൊരു ഹെയർ ക്ലിപ്പാണിത്. അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു കീ ചെയിനാണ് ഈ കാണുന്നത്. ഇതുപോലുള്ള ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബേസിക് സ്റ്റിച്ചസ് പഠിക്കേണ്ടത് ആവശ്യമാണ്. ബേസിക് സ്റ്റിച്ചസ് അറിയാവുന്ന ഒരാൾക്ക് ക്രോഷേ എളുപ്പമായിട്ട് എന്ത് മെറ്റീരിയലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ബേസിക് സ്റ്റിച്ചസിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മളൊരു നോട്ടാണ് ചെയ്യുന്നത്. ഇതിന് പറയുന്ന പേരാണ് സ്ലിപ്പ് നോട്ട്. ഇത് നമ്മളെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ചൂണ്ട് വിരലിൽ ക്രോസ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ത്രെഡ് പിടിച്ചിട്ട് അത് ഉള്ളിലേട്ടേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ഒരു ലൂപ്പ് ക്രിയേറ്റ് ആവും. ഈ ലൂപ്പിനകത്ത് കൂടെ നമുക്ക് നമ്മുടെ ഹുക്ക് കടത്തിയിടാം. എന്നിട്ട് ഈ ഹുക്ക് ഇങ്ങനെ ലൂസായിരിക്കണം, അല്ലാണ്ട് ഭയങ്കര ടൈറ്റ് ആവരുത്. അപ്പോൾ ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയിൻ സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത് കുറച്ച് ലൂസായിരിക്കണം. ഈ ചെറിയ ഭാഗത്തുള്ള ത്രെഡ് വലിക്കുമ്പോൾ ഇതിങ്ങനെ അഴിഞ്ഞു പോരും ചെയ്യണം. ഇതാണ് സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ക്രോസായിട്ട് പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ ക്രോസായി പിടിച്ചതിന് ശേഷം ഇത് ഉള്ളിലോട്ടേക്ക് എടുക്കണം. ഇത് പലതരത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വേറൊരു മെത്തേഡാണ് കാണിക്കുന്നത്. ഹുക്കിൽ ഈ ഒരു ലൂപ്പിനകത്തോട്ടേക്ക് നമ്മുടെ ഹുക്കിനെ കടത്തി വിട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമുക്ക്. ഒരു ലൂപ്പ് നമ്മൾ ഉണ്ടാക്കി, അതാണ് സ്ലിപ്പ് നോട്ട്. ഈ നോട്ടിന് മുകളിലാണ് ഇനി അടുത്തുള്ള ചെയിൻസൊക്കെ ഇടാൻ പോകുന്നത്. ചെയിൻ സ്റ്റിച്ച്. ഇപ്പോൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഒരു യാൺ ഓവർ ചെയ്യുക. അതായത് യാണിനെ ഒരു വട്ടം ഹുക്കിൽ ചുറ്റിയിട്ട് വലിച്ചിട്ട് ഈ ഒരു ചെയിനകത്തോട്ടേക്ക് ആക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്ന ഈ ഒരു സ്റ്റിച്ചിന് പറയുന്ന പേരാണ് ചെയിൻ സ്റ്റിച്ചെന്ന്. ഇത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു വി എന്നുള്ള ഷേപ്പായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെയുള്ള ഓരോ വീസും കൂടി ചേർന്നിട്ടുള്ളതാണ് ചെയിൻസ്. കണ്ടോ, ഇപ്പോൾ വി എന്നുള്ളൊരു ഷേപ്പിലാണ് എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് കൂടുതൽ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച്. ഇതിന് ഫൗണ്ടേഷൻ സ്റ്റിച്ച് എന്നാണ് പറയണത്. ഈ സ്റ്റിച്ച് അറിഞ്ഞാൽ മാത്രമാണ് മറ്റുള്ള എല്ലാ സ്റ്റിച്ചുകളും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് സിംഗിൾ ക്രോഷേ. സിംഗിൾ ക്രോഷേ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യണത്, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സ്ലിപ്പ് നോട്ട് ഇടണം. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടതിന് ശേഷം അതിന് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടു, എന്നിട്ട് അതിനകത്തോട്ടേക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഇനി നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് ചെയിനിലോട്ടേക്ക് ഹുക്ക് കടത്തി വിടണം. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് 1 2 ഇതാണ് രണ്ടാമത്തെ ചെയിൻ. ഈ ചെയിനിലോട്ടേക്ക് ഹുക്കിനെ കടത്തി വിടണം. ഹുക്കിന് മുകളിലുള്ള ഈ ഒരു ഇതെന്ന് പറയുന്നത് ഒരു ലൂപ്പാണ്, അതൊരിക്കലും ഒരു ചെയിനല്ല. അപ്പോൾ സെക്കൻഡ് ചെയിനിലോട്ടേക്ക്
ഹുക്കിന് കടത്തി വിട്ടിട്ട് ഒന്ന് യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ഈ 2 ലൂപ്പിൽ അതിനകത്തൂടെ വീണ്ടും ഹുക്ക് ഒരു ത്രെഡ് വലിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ എഗെയിൻ നമ്മളിത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഹുക്ക് ചെയിനിനകത്തോട്ടേക്ക് കടത്തി 2 ലൂപ്പ് ഉണ്ടാക്കി വീണ്ടും അതിനകത്ത് കൂടെ ഒരു ത്രെഡ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടോ, 2 ലൂപ്പുണ്ട്. ഈ 2 ലൂപ്പിനകത്ത് കൂടെ ഒരു ചെയിൻ വലിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ചസ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ ബാക്കിയുള്ള സ്റ്റിച്ചസ് ചെയ്തു. ഇപ്പോൾ ലാസ്റ്റത്തെ 2 സ്റ്റിച്ചും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് ഈ ഒരു യാണിനെ മുറിക്കാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു ത്രെഡ് മാറ്റി വെച്ചു. ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്താണ് സിംഗിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടു. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ചെയിൻ സ്റ്റിച്ചും കൂടി ചെയ്തിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഇപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3rd ചെയിനിലോട്ടേക്കാണ് ഹുക്ക് കടത്തിവിടേണ്ടത്. ഓക്കെ, അപ്പോൾ 3rd ചെയിനിലോട്ടേക്ക് അത് ഡയറക്റ്റായിട്ട് ഹുക്ക് കടത്തിവിടല്ല ചെയ്യേണ്ടത്. ഈ ഒരു ടൈമിൽ നമ്മൾ യാണ് ഒരു വട്ടം ചുറ്റി കൊടുക്കണം ഹുക്കിനെ. എന്നിട്ട് വേണം 3ാമത്തെ ചെയിനിലോട്ടേക്ക് ഇടാനായിട്ട്. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് ഉള്ളിൽ വലിച്ചെടുക്കുക. അതായത് യാണിനെ ഉള്ളിലോട്ടേക്ക് വലിച്ചെടുക്കുക. ഇപ്പോൾ ഈ ഹുക്കിന് മുകളിൽ 3 സ്റ്റിച്ചാണുള്ളത്. ഈ 3 ഉള്ളിൽ കൂടെയും യാണ് പുറത്തേക്ക് എടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹുക്കിന് ഒരു വട്ടം യാൺ വെച്ച് ചുറ്റിയിട്ട് ചെയിനിനകത്ത് കൂടെ കടത്തുക. എന്നിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ 3 സ്റ്റിച്ചസ് കിട്ടും. ഈ 3 സ്റ്റിച്ചിനകത്തും ഉള്ളിൽ കൂടെ ഒരു ചെയിനും കൂടി കടത്തിവിടാം. ഇപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ലാസ്റ്റത്തെ 2 ചെയിനും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റിച്ചിന് പറയുന്ന പേരാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റിച്ചായിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൽ 4th ചെയിനകത്തോട്ടേക്കാണ് നമ്മൾ ഹുക്ക് കടത്തി വിടേണ്ടത്. അതിനു മുൻപ് യാണൊന്ന് ഹുക്കിന് ചുറ്റി കൊടുക്കണം. അതായത് യാൺ ഓവർ ചെയ്യണം. എന്നിട്ട് ഇവിടുന്ന് 4th ചെയിനിലോട്ടേക്കാണ് ഇടേണ്ടത്. ഹുക്ക് 4th ചെയിനകത്തോട്ടേക്ക് കടത്തി വിടണം. ഇങ്ങനെ കടത്തി വിട്ടതിന് ശേഷം ഒരു ലൂപ്പ് വലിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇപ്പോൾ 3 സ്റ്റിച്ചസാണ് ഹുക്കിന് മുകളിലുള്ളത്. അതിൽ ആദ്യത്തെ 2 കൂടെ പുറത്തേക്ക് ഹുക്കിനെ വലിച്ചെടുക്കുക.
എഗെയിൻ 2 സ്റ്റിച്ച് ഉണ്ട്, ഇതിനകത്ത് കൂടി വലിച്ചെടുക്കുക. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ ഒരു സ്റ്റിച്ചാണ് ഡബിൾ ക്രോഷേ. ഒന്നുകൂടെ പറയാം, ഒരു വട്ടം യാൺ ഓവർ ചെയ്തിട്ട് ചെയിനകത്തൂടെ ഹുക്കിന് കടത്തി വിടുക. 3 സ്റ്റിച്ചസ് ഉണ്ടാവും. അതിൽ ആദ്യത്തെ 2 സ്റ്റിച്ചിനുള്ളിൽ കൂടി വീണ്ടും അടുത്ത 2 സ്റ്റിച്ചിനുള്ളിൽ കൂടി ഹുക്കിനെ കടത്തി വിടുക, യാൺ ഓവർ ചെയ്തിട്ട്. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്യാം. ഇതേ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഡബിൾ ക്രോഷേ. ലാസ്റ്റത്തെ 2 ചെയിൻ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്, അത് ചെയ്തത് കാണിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഡബിൾ ക്രോഷയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റിച്ചായിട്ടുള്ള ട്രിപ്പിൾ ക്രോഷേ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് പിന്നെ നമ്മളുടെ ഫൗണ്ടേഷൻ ചെയിനായിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി ഈ ചെയിൻ സ്റ്റിച്ചിൽ 5th ചെയിനിലോട്ടേക്കാണ് ഹുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് മുൻപായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹുക്കിനെ 2 വട്ടം യാൺ ഓവർ ചെയ്യണം. അതായത് 2 വട്ടം ഹുക്കിനെ യാൺ കൊണ്ടൊന്ന് ചുറ്റി കൊടുക്കണം. എന്നിട്ട് 5ാമത്തെ ചെയിനിനകത്തോട്ടേക്ക് ഹുക്ക് കടത്തി വിടണം. ഇപ്പോൾ ഇങ്ങനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ 4 സ്റ്റിച്ചസ് നമ്മളുടെ ഹുക്കിന് മുകളിൽ ഉണ്ടായിരിക്കും. ഇതിൽ ആദ്യത്തെ 2 സ്റ്റിച്ചിനകത്ത് കൂടെ നമ്മുടെ ഹുക്ക് കടത്തി വിട്ടിട്ട് വീണ്ടും 3 ചെയിൻ ഉണ്ടാവും. അതിലകത്തെ 2 ചെയിനകത്ത് കൂടെ വീണ്ടും കടത്തി വിടുക. വീണ്ടും 2 എണ്ണം ഉണ്ടാവും, അതിനകത്ത് കൂടെ വീണ്ടും കടത്തി വിടുക. ഇങ്ങനെ 3 വട്ടം നമ്മളിത് റിപ്പീറ്റ് ചെയ്യണം. അതായത് 2 വട്ടം യാണൊന്ന് ചുറ്റി കൊടുക്കുക ഹുക്കിന്, എന്നിട്ട് ലൂപ്പിനകത്ത് കൂടെ ഇടുക, ചെയിനകത്ത് കൂടെ ഇടുക. എന്നിട്ട് ഒരു വലിച്ചെടുക്കുമ്പോൾ നമുക്ക് 4 സ്റ്റിച്ചസാണ്. അതിൽ 2 എണ്ണത്തിനകത്ത് കൂടെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതാണ് നമ്മുടെ ട്രിപ്പിൾ ക്രോഷേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റിച്ചായിട്ടുള്ള ട്രിപ്പിൾ ക്രോഷേ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സ്റ്റിച്ചസാണ് നമുക്ക് ബേസിക് ക്രോഷറ്റ് സ്റ്റിച്ചസ് ആയിട്ട് വരുന്നത്. സ്ലിപ്പ് നോട്ട് അടക്കം 6 സ്റ്റിച്ചസാണുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു.